കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഈ എയിംസിനെ കുറിച്ച് പറയാൻ ഒരർഹതയുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവരുടെ വൻമരങ്ങൾ കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയും വയലാറും അന്നേരം സൂചിപ്പിച്ച പോലെ 8ഓളം മന്ത്രിമാരുണ്ടായിട്ട് എയിംസ് എന്ന് പറയുന്നതിനെ കുറിച്ച് ഇവർക്ക് പറയാൻ എയിംസ് വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സമയം, അത് തിരുവനന്തപുരത്തോ കാസർഗോഡോ എവിടെ വേണമെങ്കിലും തൃശ്ശൂർ വരട്ടെ, അത് ഒന്നാമത്തെ കാര്യം. നോക്കൂ, എയിംസിനെ കുറിച്ച് പറയാനോ, ആരവരി പാതയെ കുറിച്ച് പറയാനോ, വിഴിഞ്ഞത്തെ കുറിച്ച് പറയാനോ, വിമാനത്താവളങ്ങളെ കുറിച്ച് പറയാനോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആരവരി പാത എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഈ കേരളത്തിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കായിരുന്നോ? എത്ര വർഷമായി ഈ കേരളത്തിലെ ബൈപ്പാസുകൾ, പ്രധാനമായിട്ടുള്ള ബൈപ്പാസ് 70കളിൽ തുടങ്ങി വെച്ചിട്ടുള്ള മാഹി ബൈപ്പാസ്, വടകര മാഹി ബൈപ്പാസ്, ആ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ വേണ്ടി വന്നു. നിങ്ങൾ നോക്കണം, ഒരു പദ്ധതി 35 വർഷം ഫ്രീസ് ആക്കിയിട്ട് ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടത് മോദി സർക്കാരാണ്. അതുകൊണ്ടാണ് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതല്ല, പദ്ധതികൾ നടപ്പിലാക്കുന്നതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പോളിസി. അതുകൊണ്ട് ആരവരി പാതയായിക്കോട്ടെ, കേരളത്തിലെ പുതിയ റെയിൽവേ സ്റ്റേഷനുകളായിക്കോട്ടെ, വന്ദേ ഭാരത് ആയിക്കോട്ടെ, അമൃത് ഭാരത് ആയിക്കോട്ടെ, ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ വിപ്ലവകരമായ മാറ്റത്തിലൂടെ ഈ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പഴയ മൻമോഹൻ സിംഗിൻ്റെ ഒരു കാലഘട്ടത്തിലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ തുടങ്ങി വെച്ച പദ്ധതി, അതൊക്കെ പറയാം. അത് സ്വാഭാവികമായിട്ട് അത് പറയാനുള്ള അർഹതയുണ്ട്. ഒരു പോളിസി എന്ന് പറയുന്നത് സർക്കാരുകളുടെ ക്രമീകൃതമായ പോളിസിയാണ്. പക്ഷേ അത് പദ്ധതി പ്രഖ്യാപിക്കലല്ല, നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തിയുള്ള ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ ഗഡ്കരിയെ പോലുള്ള വ്യക്തി ഒരു ദിവസത്തിൽ 38 കിലോമീറ്ററാണ് നാഷണൽ ഹൈവേ രാജ്യത്ത് പണിയുന്നത്. ഈ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലും ഈ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഈ രാജ്യത്തുള്ള ഗ്രാമീണ റോഡുകളുടെ കിലോമീറ്റർ അളവ് എന്ന് പറഞ്ഞാൽ 56,532 മോദി സർക്കാർ വന്നതിന് ശേഷം 1,62,000 1 ലക്ഷം കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ അടിസ്ഥാന ജനങ്ങൾക്ക് വേണ്ടി പണിതത് ഈ സർക്കാർ വന്നപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തിൻ്റെ റോഡ് വികസനമായിക്കോട്ടെ, റെയിൽവേ വികസനമായിക്കോട്ടെ, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ക്ഷേമമായിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള മേഖലയിലുള്ള വിപ്ലവകരമായ മുന്നേറ്റങ്ങളായിക്കോട്ടെ, ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പ് പദ്ധതികളായിക്കോട്ടെ, അങ്ങനെ രാജ്യത്തിൻ്റെ വികസനത്തിന് സർവ്വതോന്മുഖമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടും പദ്ധതിയും പ്ലാനും ഉണ്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ പദ്ധതികൾ കൃത്യമായി ഇംപ്ലിമെൻ്റ് ഉണ്ടാകുന്നു, കൺസൾട്ടൻ്റ് ഉണ്ടാകുന്നു. പ്ലാനിങ്ങും കൺസൾട്ടും ഇംപ്ലിമെന്റും ഉള്ളതാണ്. നിങ്ങൾക്ക് അന്നുണ്ടായിരുന്ന പ്ലാനിംഗ് ആണ്. ഇപ്പം മൻമോഹൻ സിംഗ് എല്ലാത്തിൻ്റെയും പ്ലാനറാണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനോ കൺസൾട്ട് ചെയ്യാനോ ഒരു കോൺഗ്രസ് ഭരണകൂടത്തിനോ ഒരു മൻമോഹൻ സിംഗിനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളിലൂടെയാണ് ഈ സർക്കാർ ഗതിവേഗതയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടിച്ചിരിക്കാം. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, 10 വർഷത്തെ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് നടത്തിയിട്ടുള്ള ജനക്ഷേമ പരിപാടികളുടെ ഫലമായിട്ട് തന്നെയാണ് ഈ മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ സാധിച്ചത്. ഞങ്ങളും നിങ്ങളുള്ള സീറ്റിന്റെ വ്യത്യാസം എത്ര? 100 സീറ്റ് പോലും ഇല്ലാത്ത കോൺഗ്രസ്സുകാരൻ പറയുന്നു ജനങ്ങൾ ഞങ്ങൾക്കെതിരാണെന്ന്. ജനങ്ങൾ ഞങ്ങൾക്കെതിരാണെങ്കിൽ ഞങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നത്, NDA തന്നെയാണ് ഭരിക്കുന്നത്, നിങ്ങളൊന്നുമല്ലല്ലോ. BJPക്ക് 240 സീറ്റ് ഉണ്ട്. 240 സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിന് 100 സീറ്റ് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഈ രാജ്യത്തിലെ സർവ്വസാധാരണ ജനങ്ങൾക്ക്, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് മോദി സർക്കാരിന്റെ നേട്ടം കിട്ടിയിട്ടുണ്ട്. അത് ജനൌഷധിയിലൂടെ ആയിക്കോട്ടെ, ആയുഷ്മാൻ ഭാരതിലായിക്കോട്ടെ, കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ ആയിക്കോട്ടെ, തൊഴിലുറപ്പ് പദ്ധതിയിലായിക്കോട്ടെ, സർവ്വസാധാരണക്കാരൻ്റെ ജനങ്ങൾക്ക് പട്ടിണി കിടക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അവൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുന്നുണ്ട്. NITയും IITയും പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അവൻ്റെ മക്കളെ പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ലോക രാഷ്ട്രങ്ങളിലേക്ക് ഇന്ത്യൻ മസ്തിഷ്കങ്ങളെ വിലക്കെടുക്കാൻ വേണ്ടി കോർപ്പറേറ്റ് കമ്പനികൾ തയ്യാറെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ സാമൂഹിക സാമ്പത്തിക ശക്തിയായിട്ട് രാജ്യം മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം അച്ചടക്കമുള്ള സാമ്പത്തിക സുസ്ഥിരതയുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തിയാണ്. അഴിമതിയില്ലാത്ത, നിങ്ങൾ മനസ്സിലാക്കണം, അഴിമതിയുടെ ആരോപണങ്ങളില്ലാത്ത, ഒരു രൂപ പോലും അഴിമതിയില്ലാത്ത ഒരു സർക്കാരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇവിടെ ബ്യൂറോക്രാറ്റുകളോ അല്ലെങ്കിൽ ഇടനിലക്കാരായ കോർപ്പറേറ്റുകളോ ഈ ലീഗൽ ഈ അധികാരത്തിന് ഇടനാളുകളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇടനിലക്കാരില്ലാത്ത മുന്നേറ്റം, അതാണ് വികസിത ഭാരതം എന്ന സങ്കല്പം. നോക്കൂ, 5-6 മിനിറ്റുകൾക്കപ്പുറം കേന്ദ്രമന്ത്രിസഭായോഗം അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. 5-6 മിനിറ്റുകൾക്കപ്പുറം നിർമ്മല സീതാരാമനെ ഈ സ്ക്രീനിലൂടെ നമുക്ക് കാണാനാകും. ആ ചുവന്ന ഡിജി ബാഗ് ഉയർത്തിക്കാട്ടിയതിനുള്ളിൽ എന്താകും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ രൂപയ്ക്ക് ഉത്തേജകം നൽകുന്ന എന്തൊക്കെ നടപടികൾ, കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ എന്ത്, കർഷകർക്കായി ഇനിയും എന്ത്, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ആ ബാഗിനുള്ളിൽ. പ്രതിരോധ മേഖല, കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ബജറ്റാണ്, ആ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. കാരണം ഒരു പ്രഖ്യാപിത യുദ്ധമല്ലെങ്കിൽ പോലും ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നു. ഇരു രാജ്യങ്ങളും അത് യുദ്ധം എന്ന നിലയിൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും വലിയ സംഘർഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂറും അതിനു മുമ്പുള്ള പഹൽഗാമും. അപ്പോൾ പ്രതിരോധ മേഖലയിൽ
മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമല്ല സാമൂഹിക സുരക്ഷാ മേഖലകളിൽ കൈയച്ചുള്ള സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഈ ആദായ നികുതിയിൽ ഇനിയും ഇളവുണ്ടാക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. മറ്റൊന്ന് റോഡ്, റെയിൽവേ, ഭവന പദ്ധതി. അതാണല്ലോ ഈ സർക്കാരിന്റെ ട്രേഡ് മാർക്ക്. മികച്ച റോഡുകൾ, പാലങ്ങൾ, വീടുകൾ, ഇതൊക്കെയാണ്. സ്വാഭാവികമായും സാധാരണക്കാരെ, അടിസ്ഥാന വിഭാഗങ്ങളെ കൂടുതൽ കൈപിടിച്ചു നടത്തുന്ന, ഉയരങ്ങളിലേക്ക് നടത്തുന്ന ഒരു സർക്കാരിൻ്റെ ബജറ്റിൽ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു എന്നറിയാൻ ഇനി മിനിറ്റുകൾ മാത്രം. അത് 5 മിനിറ്റുകൾക്കപ്പുറം അത് ആരംഭിക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് തൗഫിക് രാജൻ, ഒപ്പം പ്രിന്റു മഹാദേവ്. ചർച്ചയിൽ കഴിഞ്ഞ 2 മണിക്കൂറോളം ഒപ്പം ചേർന്നതിന്, നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ, അതിനപ്പുറം വികസിത ഭാരതമെന്ന കൺസെപ്റ്റിനൊപ്പം നിൽക്കാൻ നിങ്ങൾ ശ്രമിച്ചതിലും വളരെയധികം നന്ദി. നമുക്ക്